ഞാനെന്നും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ. അപ്പോൾ എന്നും കോൺഗ്രസിൻ്റെയോടൊപ്പം അല്ലെ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്ന ഒരാളാണ്. ഐ എം ആൾവേസ് എ ട്രൂ കോൺഗ്രസ് മാൻ. അത് മാത്രമേ എനിക്ക് പറയാം. നിലവിലെ ചർച്ചകളിൽ അങ്ങ് തൃപ്തനാണോ? RC കോൺഗ്രസ് മുറിച്ചിട്ട കോൺഗ്രസ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ ഞങ്ങളെല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഒന്നും ഉണ്ടാവില്ല. RC എന്താഗ്രഹിക്കുന്നു അതുണ്ടാവും. അതൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് ഫൈനലായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി ഡിമാൻഡ് അംഗീകരിക്കുന്ന ആളായിട്ടാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്? പുള്ളി അങ്ങനെ ബാർഗെയിൻ ചെയ്തിരുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ടോ കോൺഗ്രസിൽ? നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഒരു രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവ്, ഞങ്ങളെല്ലാം രസത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ പങ്കുവച്ച ആളാണിത് ഈ പദവികളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പാർട്ടിയിൽ വിലയുണ്ടാവും, സംശയം വേണ്ട, അതിനകത്തൊരു സംശയം വേണ്ട. ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്നിട്ടല്ലേ മുന്നോട്ട് പോകുള്ളൂ. അതിനകത്ത് എല്ലാവരെയും സന്തോഷമാക്കിയിട്ടേ പാർട്ടി ലീഡർഷിപ്പ് തീരുമാനം എടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? ലിസ്റ്റ് തരേണ്ടത്. ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ എങ്ങനെ ഞാൻ പറയാൻ പറ്റുന്നത്? അത് പാർട്ടി ലിസ്റ്റ് പോകണം, പാർട്ടി പ്രസിഡന്റും കൂടെ അംഗീകരിക്കണം, നല്ലേ പറ്റുള്ളൂ. ഓക്കെ, RC മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മറ്റു ചിലരും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഞാനെന്നും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ. അപ്പോൾ എന്നും കോൺഗ്രസിൻ്റെയോടൊപ്പം അല്ലെ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്ന ഒരാളാണ്. ഐ എം ആൾവേസ് എ ട്രൂ കോൺഗ്രസ് മാൻ. അത് മാത്രമേ എനിക്ക് പറയാം. നിലവിലെ ചർച്ചകളിൽ അങ്ങ് തൃപ്തനാണോ?